റെസിപ്പി ഉണ്ടാക്കാനാണ് ഇന്ന് വന്നേക്കണത്. അതിന് ആവശ്യമുള്ള കടലമാവ് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഈ കടായിലേക്ക് വെക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കുക. ഇതുപോലെ കട്ട ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ലയിച്ചിടണം. നല്ലോണം ഇങ്ങനെ കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ല ഇതായിട്ട് വരും. ഇതിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ എണ്ണയായിട്ട്. ഇത് നല്ലൊരു കുറുക്ക് പരുവത്തിലാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ടീസ്പൂൺ നെയ്യ് ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഇടാം. ഇത് എടുക്കുന്നതിനനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു 2 ഗ്ലാസ്സിനുള്ളതാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് അത് 2-3 ടീസ്പൂൺ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടേക്കണത്. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണേ കേട്ടോ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരം ചേർക്കുക. കുറവ് മധുരം അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കുറയ്ക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് പകർത്തണത്. ഇടണ്ട കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇതിലേക്ക് ആപ്പിള് കട്ട് ചെയ്തിടണേ കേട്ടോ. ഇതിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇടേണ്ട. ഞാൻ കസ്കസ് ചേർക്കണേ കേട്ടോ. കസ്കസ് ചേർക്കണേ ഇതിലേക്ക്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. പൊടി, പാല്, മിക്സഡ് ഫ്രൂട്ട്, കസ്കസ് ഇതുകൊണ്ടുള്ള പാനീയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പോണേണ്ട. പൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നാച്ചുറലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയുമാണ്, അടിപൊളിയാണ്. ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വരും.